വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഏൻഷ്യൻ്റ് കാട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാടിൻ്റെ മക്കളുടെ ജീവിത രീതിയും അവരുടെ ആചാരങ്ങളാണ് എനിക്ക് വന്നത്. അതായത് പ്രദീപ് മരിച്ചുപോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. വന്യതയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഒരു ഭീതി ഉളവാക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഞാൻ പറയുന്നത്. പാറക്കല്ല് ചവിട്ടുന്നു, അവർക്കും വഴിതെറ്റിപ്പോയി. ഞാൻ കാടിനെയാണ് മനസ്സിൽ കാണുന്നത്. കാടെന്നെ ചതിക്കില്ല. അവർ തരുന്ന ഭക്ഷണം, സ്നേഹത്തോട് തരുന്ന ഈ കാട്ടുപാതയിൽ കൂടി എന്നെ കൊണ്ടുപോയെന്ന് എനിക്കൊരു പിടി ഇപ്പോഴും കിട്ടുന്നില്ല. ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വല്ലാതെ അവരുടെ ആചാര രീതികളാണ്. അവർ ഒരുപാട് ഫണ്ട്, അവരുടെ സ്കൂളൊക്കെ കാണുമ്പോൾ സങ്കടം വരും. ലക്ഷമായിട്ട് ദൈവങ്ങൾ അവർക്കുണ്ട്. മറുത, ആനമറുത. കാരണം ഇന്ന് അവരുടെ പല വീടുകളിലും പുറത്തുള്ള ദൈവങ്ങൾ ഇരിക്കുകയാണ്. കൃഷ്ണൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരുമാടി ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുതിയൊരു അതിഥിയായി നമ്മൾ പരിചയപ്പെടുകയാണ്. ആ അതിഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാടിനെ ഇഷ്ടപ്പെടുകയും കാടിൻ്റെ യാത്രകളെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുകയും കാടുമായി ബന്ധപ്പെട്ട പുസ്തകം രചിക്കുകയും കാട് പറയാത്ത കഥകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശർമ്മരാജ് എസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ കാടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സാറ് ഈ യാത്രകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും കാടുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്താനുള്ള കാരണം എന്താണ്? ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഇന്ന് പങ്കുവയ്ക്കാമോ? യാത്രാ അനുഭവങ്ങളും ഇനി പോകുന്ന യാത്രകളും സാറിൻ്റെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പുതിയ പുസ്തക എഴുതുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ചാനലിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് സാറിന് പങ്കുവയ്ക്കാമോ? കാടിനോടുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം എനിക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ അതുകൊണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാടിനോടൊരു വല്ലാത്തൊരു പ്രണയം തോന്നുന്നത്. അത് നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് മലമ്പുഴ ഡാമിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. ആ മലമ്പുഴ ഡാമിൽ കൊണ്ടുപോയപ്പോൾ ആ മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശവും അവിടുത്തെ കാടുകളും ആ പച്ചപ്പാർന്ന എൻ്റെ പുതിയൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു കുറേ പച്ച പോലെ കിടക്കുന്ന മരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം, മലകളും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു മനസ്സിൽ ആ സമയത്തിന് ആദ്യമായിട്ട് ഈ ഒരു കാടിനോടുള്ള ഒരു പ്രണയം എൻ്റെ മനസ്സിനുള്ളിൽ കടന്നു കൂടുന്നത്. അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ വെച്ച് കണ്ട കാടിൻ്റെ ആ ഒരു മനോഹാരിത എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിലും എനിക്ക് പിന്നീട് ജോലി കിട്ടിയപ്പോഴും അപ്പോഴെല്ലാം ആ കാടിൻ്റെ ദൃശ്യം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുമായിരുന്നു. അതായത് ഞാൻ ഉറങ്ങുമ്പോഴെല്ലാം മാത്രമല്ല സ്വപ്നങ്ങളായിട്ടും അല്ലാതെ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഈ കാടിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ദൃശ്യവും എൻ്റെ മനസ്സിൽ തങ്ങി തന്നെ നിന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് ഈ കാടൊന്ന് കാണണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആദ്യമായിട്ട് കാട്ടിലേക്ക് കയറാൻ തീരുമാനിക്കുന്നത്. അന്ന് എനിക്കൊരു ബൈക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബൈക്കിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന കാടാണ് പേപ്പാറ വന്യജീവി സങ്കേതം. എൻ്റെ കാല് സ്പർശിക്കുന്ന ആദ്യത്തെ കാടാണ് പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടെ നിന്നാണ് എൻ്റെ കാടിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. അങ്ങനെ വല്ലാത്തൊരു അനുഭവമാണ് ആദ്യം എനിക്കുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ഈ മലമ്പുഴ ഡാമിൻ്റെ പുറത്തുനിന്ന് കണ്ട ആ കാടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൃശ്യഭംഗികളാണ് കാണാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഒരുപാട് കാടിൻ്റെ മക്കളുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായി. പുതിയൊരു ലോകം എനിക്ക് പറഞ്ഞ് നിർവചിക്കാൻ തന്നെ പറ്റുന്നില്ല. വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് കാടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞത്. സാറിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയായിരുന്നു? പിന്നെ ഫാമിലി, അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പട്ടം സെൻറ് മേരീസ് സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ MG കോളേജിലാണ്. MG കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് 3ാമത്തെ വർഷം പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോണത്. അങ്ങനെ അച്ഛൻ മരിക്കുന്നതിൻ്റെ ആ ഒരു ബേസിലാണ് ഞാൻ പിന്നെ ജോലിക്ക് കയറുന്നത്. ജോലിക്ക് കയറിയത് എവിടെയാണ്? ടൈറ്റാനിയത്തിലാണ്. അച്ഛൻ്റെ ജോലി എവിടെയായിരുന്നു? ടൈറ്റാനിയത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ പിന്നെ അവിടെ വെച്ച് പഠനം മുറിഞ്ഞു പോവുകയും പിന്നീടാണ് പിന്നെ പഠിക്കുന്നത്. പിന്നെ ഞാൻ അച്ഛൻ്റെ ജോലിക്ക് കയറേണ്ടി വന്നു.
പിന്നെ വേറെ കാരണം എന്ന് വെച്ചാൽ ഫാമിലി അങ്ങനെയാണ്. അമ്മ 2 അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ജോലിക്ക് കയറി ആ ഒരു ബാധ്യതയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ കുടുംബമായി, 2 മക്കളുണ്ട്. ഒരാൾ ഭാര്യയുടെ പേരെന്താണ്? ഭാര്യ സ്മിത. എത്ര മക്കളാണ് സാറിന്? 2 പേര്. എന്തൊക്കെ ചെയ്യുന്നു? ഒരാൾ ബിടെക്കിന് പഠിക്കുകയാണ്, അതിൻ ശർമ്മ. രണ്ടാമത്തേത് അശ്വിൻ ശർമ്മ. അവൻ ഇപ്പോൾ 8ലാണ് പഠിക്കുന്നത്, 8ൽ. മൂത്ത ആൾ ബിടെക്കിന് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബ സന്തുഷ്ട കുടുംബമാണ്. സന്തുഷ്ട കുടുംബം തന്നെ. സാറ് ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ, കാട് പറയാത്ത കഥകൾ. ഈ കാട് പറയാത്ത കഥകളിൽ ആ പുസ്തകത്തിലേക്ക് എഴുതാൻ വേണ്ടി ഉണ്ടായ പ്രചോദനം എന്താണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? കാട് പറയാത്ത കഥകൾ എന്ന പുസ്തകം എനിക്ക് എഴുതുവാനുള്ള പ്രചോദനം ഉണ്ടായത്, അല്ലെങ്കിൽ അൺടോൾഡ് എബൌട്ട് ദ ഫോറസ്റ്റ് എന്ന പുസ്തകം എഴുതാനുള്ള കാരണം, ഞാൻ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഒരു സുഹൃത്ത് കാണും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഗി വർഗീസ് എന്നാണ് പേര്. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. ഞങ്ങളൊരു ജ്യേഷ്ഠനും സുഹൃത്തുമാണ്. പുള്ളിയും ഞാനുമാണ് ഈ കാട്ടിൽ പോകുന്നത് കൂടുതലും, എപ്പോഴും. പിന്നെ അല്ലാതെ നമ്മുടെ ഈ പുറത്തുള്ള കാടല്ലാതെ ഉൾവനങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ മാത്രമായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും അദ്ദേഹം കാണാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിൽ പുള്ളി എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ശർമ്മ നീ ഒരു പുസ്തകം എഴുതണം കാടിനെക്കുറിച്ച്. ഇത്രയും കാടിനെക്കുറിച്ച് അറിവുകളും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കിട്ടിയല്ലോ, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പുസ്തകം നിനക്ക് എഴുതാം. അത് മാത്രമല്ല, ഇത്രയും ഇഷ്ടവും കാടിനോട് കിടക്കുകയല്ലേ, അപ്പം ഈ മറ്റുള്ളവർക്കും കാടിനെക്കുറിച്ചൊരു ബോധം കൊടുക്കാനായിട്ട് ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞു. ഞാനത് നിസ്സാരമാക്കി കണ്ടു. കാരണം എനിക്ക് പുസ്തകം എഴുതാൻ കഴിയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെയും പുള്ളി യാത്രകളിൽ പോകുമ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ എന്നോട് ആവർത്തിച്ച് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ പുള്ളി ഇദ്ദേഹം ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായി. ശരിയാണല്ലോ, കാരണം കാടിനെക്കുറിച്ചൊരു പുസ്തകം, ഞാൻ എന്തായാലും കാടിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കാടിനെക്കുറിച്ചൊരു പുസ്തകം എഴുതുക എന്നുള്ളത് ഒരു നല്ലതായിരിക്കും എന്ന് കരുതി. അത് മാത്രമല്ല, ഈ കാടിനെക്കുറിച്ചുള്ളൊരു ബോധം മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ എഴുതാനുള്ള പ്രധാന കാരണം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകമാണ് കാട് പറയാത്ത കഥകൾ. അതായത് നമ്മുടെ ഈ പേപ്പാറ വന്യജീവി സങ്കേതം തൊട്ട് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന, അതായത് കഴിഞ്ഞ ആഴ്ച വരെ ഗവിയും പിന്നെ നമ്മുടെ മേഘമലയൊക്കെ ആയിരുന്നു പോയത്. ഇതുവരെയുള്ള എല്ലാ കാടുകളുടെ ആ ഒരു യാത്രാ അനുഭവങ്ങളും ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ തുടങ്ങിയ എൻ്റെ വനയാത്ര, അതായത് 6 വർഷം മുമ്പ് വരെയും ഞാൻ സഞ്ചരിച്ച കാടുകളുടെ എല്ലാ അനുഭവങ്ങളും എൻ്റെ ആദ്യത്തെ പുസ്തകമായ കാട് പറയാത്ത കഥകൾ എന്ന പുസ്തകത്തിലുണ്ട്. അങ്ങനെ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ പ്രചോദനവും ആണ് അതിൻ്റെ മെയിൻ കാരണം. അപ്പം ഒരു പുസ്തകം എഴുതി കഴിഞ്ഞു, ഇനി പുതിയ പുസ്തകം എന്തെങ്കിലും എഴുതാൻ സാറ് ആഗ്രഹിക്കുന്നുണ്ട്? അതേ ഇനി പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ പുസ്തകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഞാനിപ്പോൾ 2ാമത്തെ പുസ്തകവും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ഈ 2ാമത്തെ വനയാത്രയുടെ ഭാഗമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് എൻ്റെ ഈ 2ാമത്തെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ 2ാമത്തെ പുസ്തകമാണ് പശ്ചിമഘട്ട മലനിരകളും ആദിമ ഗോത്രവംശങ്ങളും, വെസ്റ്റേൺ ഗാഡ്സ് ആൻഡ് ഏൻഷ്യൻ്റ് ട്രൈബൽസ് എന്നാണ് എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര്. പശ്ചിമഘട്ട മലനിരകളും എന്ന് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നെങ്കിലും അതിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത് കേരളത്തിലെ, അതായത് തെക്കൻ കേരളത്തിലെ കാടുകളെക്കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. അവിടുത്തെ കാടുകളുടെ വനസമ്പത്തും അവിടുത്തെ ആറുകളും കാട്ടാറുകളും പുഴകളും മൃഗസമ്പത്തും അവിടുത്തെ കാലാവസ്ഥയും, കാരണം കാലാവസ്ഥയും കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇതെല്ലാം ഞാൻ നേരിട്ട് പോയി അനുഭവിച്ച എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പുസ്തകമായാലും എൻ്റെ ഇപ്പോഴത്തെ പുസ്തകമായാലും ഞാൻ എഴുതാറുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ പാർട്ടായിട്ട് വരുന്നതാണ് ആദിമഗോത്ര വംശങ്ങൾ. ആദിമഗോത്ര വംശങ്ങളിൽ അതിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാടിൻ്റെ മക്കളുടെ ജീവിത രീതിയും അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ഉത്ഭവം, അതായത് ഈ കാടിൻ്റെ മക്കളുടെ ഉത്ഭവം എവിടെ നിന്നാണ്. അത് മാത്രമല്ല, നമ്മളല്ല, അതായത് ഞാൻ ഈ പുറത്തുനിന്ന് സിറ്റിയിൽ നിന്ന് പോകുന്ന ഞാനായാലും കാടിൻ്റെ മക്കളായാലും ഒരു വംശത്തിൽപ്പെട്ട മനുഷ്യനാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ ഒരു കാര്യവും ഞാൻ ഈ ബുക്കിൽ, അതായത് ഈ ആദിമഗോത്ര വംശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.
അപ്പോൾ ഈ രണ്ട് തീമുകളാണ് പ്രധാനമായിട്ട്, അതായത് പശ്ചിമഘട്ട മലനിരകളിൽ തെക്കൻ കേരളത്തിലെ കാടുകളെക്കുറിച്ചും ഈ പറയുന്ന ആദിമ ഗോത്ര വംശത്തിൽ കാടിൻ്റെ മക്കളുടെ ഉത്ഭവവും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും, ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യർ എല്ലാം ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് കഴിയും. ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുമ്പം തിരക്കിട്ട ലൈഫാണല്ലോ. തിരക്കിട്ട ലൈഫ് മാത്രമല്ല, എല്ലാവരും ജീവിതത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഒരു സിറ്റി ലൈഫിൽ നിന്ന് കാടിനോടുള്ള യാത്രകളും അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാനും എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അത് സാറൊന്ന് നമ്മളോട് പങ്കുവയ്ക്കാമോ? അങ്ങനെ ഒരു പ്രത്യേക ഒരു സമയം അങ്ങനെ ഇല്ല. സമയം ഞാൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി മനഃപൂർവ്വം കണ്ടെത്തും. 20 വയസ്സ് തൊട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ 30 വർഷം കൊണ്ട് വനയാത്ര തുടങ്ങിയിട്ട്. എൻ്റെ വനയാത്രയുടെ ജീവിതം എന്ന് പറയുന്നത് 30 വർഷമാണ്. അപ്പോൾ അത് ഈ 30 വർഷവും ഞാൻ സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ആന ഇറങ്ങിയെന്ന് പറയും, അല്ലെങ്കിൽ അന്ന് ചെല്ലാൻ പറയും, അല്ലെങ്കിൽ കാടിൻ്റെ മക്കളുടെ ഒരു സമയം പറയും, സാറേ ഉച്ചയ്ക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ രാവിലെയാണെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങ് ലീവ് എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ലീവുകളൊക്കെ പോയി ഓഫീസിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം വേറൊന്നുമല്ല, ഇപ്പോൾ അൺആതറൈസ്ഡ് ലീവ് ആകുമ്പോൾ അവർ പണിഷ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയം കണ്ടെത്തി, അതായത് ഈ സമയം കണ്ടെത്തുമ്പോൾ ഓഫീസിൽ സമയവും പ്രശ്നമാവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഷെഡ്യൂൾ തയ്യാറാക്കിയാണ്. ഇതിന് വേണ്ടി ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇവരെ കിട്ടില്ല. എന്നാൽ ഇവിടെ ജോലിയും വലുതാണ്, ജോലിയില്ല ജീവിക്കാൻ ഒക്കില്ലല്ലോ. അപ്പം ഇത് എങ്ങനെയാണെന്ന് ഈ രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അമിതമായ കാടിനോടുള്ള പ്രേമം, പിന്നെ ഇതെൻ്റെ ജീവിത മാർഗം, ഈ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ സമയം വരെ കൊണ്ടുപോവുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും യാത്രകൾ ചെയ്ത് സമയം കണ്ടെത്തി കാടിനെക്കുറിച്ച് പഠിക്കാനും കാടിൻ്റെ മക്കളോടൊപ്പം ജീവിക്കാനും ഇങ്ങനെയും കുറേ മനുഷ്യരുണ്ടെന്നും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതാനൊക്കെ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഒരു പുസ്തകം എഴുതുന്നത്. അപ്പം നമുക്കൊരു അനുഭവം, എനിക്ക് എന്തായാലും ഒരു സുഖം കിട്ടണം. കാരണം ഈ സിറ്റി ലൈഫിൽ നിന്ന് ഒഴിഞ്ഞ് അതിനകത്ത് നിൽക്കുമ്പോൾ ഒന്ന് ശാന്തത, രണ്ട് നിശബ്ദത, ഒന്ന് നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് മാറിക്കിട്ടേണ്. അപ്പം ഈ കാടിൻ്റെ ദൃശ്യവും കാടിൻ്റെ തന്നെ ആ ഒരു നിശബ്ദതയും ഒക്കെ ആകുമ്പോൾ നമ്മളുടെ മനസ്സേ അങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ കാടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ യാത്രകളിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് കാടുകളിലോ അല്ലെങ്കിൽ യാത്രകളിൽ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊന്ന് നമ്മളോട് പങ്കുവയ്ക്കാമോ? എൻ്റെ ഈ 30 വർഷത്തെ വനയാത്രയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാം പറയുന്നില്ല. 2-3 എൻ്റെ മനസ്സിനെ കൂടുതലായിട്ട് വേദനിപ്പിച്ച 1-2 അനുഭവങ്ങൾ മാത്രം ഞാൻ പറയാം. അതിൽ ഒന്നാമതായിട്ടുള്ളത്, എന്നെ കാടെന്തെന്ന് പഠിപ്പിച്ച പൊടിയക്കാലയിലെ, അതായത് പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ ആദിവാസി ഊരുകളിലെ പ്രദീപ് എന്ന് പറയുന്ന എൻ്റെ കാടിൻ്റെ ചങ്ങാതി. പ്രദീപ് മാത്രമല്ല, മധുവും ഉണ്ട്. ആ മധുവും പ്രദീപുമായിരുന്നു എന്നെ കാടെന്തെന്ന് പഠിപ്പിച്ചതും എവിടെയൊക്കെയാണ് കാടിൻ്റെ ഊടുവഴികളും ആനത്താരകളും എല്ലാം കാണിച്ചു തന്നത് അവരാണ്. അങ്ങനെ നീണ്ട ഒരു 8-9 വർഷക്കാലത്തെ നമ്മളുടെ വനജീവിതത്തിൽ കാനംകുടി പാറ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ പ്രദീപ് ഒരു മല കാണിച്ചു തന്നു. അപ്പോൾ ഞാനും ചോദിച്ചു, ആ മല ഏത് മലയാണെന്ന്. അപ്പോൾ പ്രദീപ് പറഞ്ഞു, അതാണ് അഗസ്ത്യാർകൂടം. അപ്പം അദ്ദേഹം അഗസ്ത്യാർകൂടത്തിൻ്റെ പ്രത്യേകതയും ആ മലയെക്കുറിച്ചെല്ലാം വർണ്ണിച്ചു തന്നു മൊത്തമായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അഗസ്ത്യാർകൂടത്തിൽ പോകണം എന്ന് ഞാൻ പ്രദീപിനോടും പറഞ്ഞു, മധുവിനോടും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തു, പോകാമെന്നുള്ള ആ ഒരു തയ്യാറെടുപ്പായി. ആ അഗസ്ത്യാർകൂടത്തിൽ പോകുന്ന ആ ഫസ്റ്റ് ദിവസം, അതായത് രാവിലെ 5 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ, അതായത് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങോട്ട് എനിക്ക് ഫോൺ കോൾ വന്നു. അതായത് എനിക്ക് വളരെ വേദനയായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. അതായത് വളരെ വേദനയായിട്ടുള്ള ഒരു ഫോൺ കോളാണ് എനിക്ക് വന്നത്. അതായത് പ്രദീപ് മരിച്ചുപോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മധുവാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ, ഈ 30 വർഷം ഞാൻ ഇപ്പം കേരളത്തിലെ എല്ലാ വനങ്ങളും ഞാൻ പോയിട്ടുണ്ട്.
ആ എല്ലാ വനങ്ങളിലും ഞാൻ പോയെങ്കിലും എന്നെ ഈ വനങ്ങളിലേക്ക് എത്തിച്ചത് പ്രദീപും മധുവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാട് എനിക്ക് വല്ലാത്തൊരു അതായത് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നെയായിരുന്നു. പിന്നെ അന്ന് നമ്മൾ ആ യാത്രയെല്ലാം മാറ്റിവെച്ച് പ്രദീപിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിനെ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. മറ്റൊന്നുള്ളത് ഒരു ഭീതിയും കൂടെ ഉള്ള ഒരു സംഭവമാണ്. അതായത് കാട്ടിനകത്ത് വെച്ചുള്ള ഒരു ഭീതി ഉളവാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഈ കോട്ടൂർ വനം എന്ന് പറയും, കോട്ടൂർ, അതായത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, നെയ്യാർ വന്യജീവി സങ്കേതം. അതിനകത്ത് പ്ലാത്തെന്ന് പറയുന്ന കാടിൻ്റെ മക്കളുടെ ഒരു ഊരുണ്ട്. അത് ഒന്ന് രണ്ട് മലകൾ കഴിഞ്ഞാണ് പോകാൻ. ചോനാമ്പാറ, എറുമ്പയാട് എന്നീ മലകളൊക്കെ താണ്ടിയാണ് ഈ പ്ലാത്ത് പോകാൻ. അങ്ങനെ രാത്രിയല്ല, ഒരു 5 മണിക്ക്, അത് മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് താമസിച്ചു. ഒരു വീട്ടിൽ കയറിയിരുന്നു, ഒരു ഊരിൽ കയറിയിരുന്നു. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഒരു മലയുടെ പേര് ഞാൻ മറന്നുപോയി. ആ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെയും മഴ പെയ്തു. ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇരുട്ടിയപ്പോൾ ഈ മധുവാണ് അന്ന് എൻ്റെ കൂടെ ഉള്ളത്. മധുവിൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ടോർച്ചോ, ടോർച്ച് എടുക്കാത്ത അല്ലെങ്കിൽ മറന്നുപോയി, ടോർച്ച് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഭയങ്കരമായ ഇരുട്ടായിരുന്നു. ഒരു ആന നിന്നാൽ പോലും നമുക്ക് കാണാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ആന മാത്രം, ഒരു പന്നി വന്ന് നിന്നാൽ പോലും അറിയാൻ പാടില്ല. രണ്ട് സൈഡും വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ മാത്രം കേൾക്കാം. അന്ന് ഞാൻ പോയത് പ്ലാത്ത് പോയെങ്കിലും ഞാൻ പ്ലാത്ത് വഴി കതിരുമുടി എന്ന് പറയുന്നൊരു മലയിൽ പോകാനാണ് പോയത്. അപ്പം പ്ലാത്ത് പോയി കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കതിരുമുടി പോകാൻ. പക്ഷേ ഇവർ എങ്ങനെ ഈ രാത്രിയിൽ ഈ കാട്ടുപാതയിൽ കൂടി എന്നെ കൊണ്ടുപോയെന്ന് എനിക്കൊരു പിടി ഇപ്പോഴും കിട്ടുന്നില്ല. എവിടെയൊക്കെയോ ചവിട്ടുന്നു, ചെളിയിൽ ചവിട്ടുന്നു, വെള്ളത്തിൽ ചവിട്ടുന്നു, പാറക്കല്ലിൽ ചവിട്ടുന്നു. അവർക്കും വഴിതെറ്റി. അതായത് അവർ എപ്പോഴും പോകുന്ന വഴിയാണ്. അവരുടെ ഈ കൂടെ ഈച്ചങ്കാണി വന്ന നമ്മുടെ ഒരു ചങ്ങാതിയുണ്ട്, കാടിൻ്റെ മകനാണ്. ഈച്ചങ്കാണിക്കും ഈ മധുവിനും വഴിതെറ്റിപ്പോയി. അപ്പം അവർക്ക് തെറ്റാങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അവരെ പുറകെ പിടിച്ച് നടന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു മിന്നാമിനുങ്ങൊക്കെ വന്നു. അതൊന്നൊരു വെട്ടമേ അല്ല. എന്നാലും ഞാൻ അവരുടെ പുറകെ പോയി കൂടെ മുട്ടിടിച്ച് വീഴുന്നു. എന്തായാലും പല സ്ഥലത്തും വെച്ച് വീഴുന്നു. കൈകളെല്ലാം മുറിഞ്ഞു. കാരണം അവർക്കും വഴി തെറ്റി. പിന്നെ അവർക്ക് തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഞാനും പിന്നെ കുടുങ്ങുമല്ലോ. അവരുടെ ഒരു ഒറ്റ മാർഗമല്ലേ ഉള്ളൂ ഞാനും. അങ്ങനെ അവരുടെ കൂടെ പോയി ഒരു 10 മണിയോട് കൂടിയാണ് ഈ ഊരിലെത്തിയത്. പക്ഷേ ഈ സമയത്തൊന്നും ഒരു മൃഗത്തിൻ്റെ ആക്രമണമോ ആനകൾ എപ്പോഴും ഉള്ള സ്ഥലമാണ് ഈ പ്ലാത്തും ഈ അണകാലും എറുമ്പയാടൊക്കെ. പക്ഷെ ഒന്നും പറ്റാതെ തന്നെ ഞാൻ ഈ 2 പേരുടെയും കൂടെ ചെന്ന് പ്ലാത്തിലെത്തി. അതും പ്ലാത്തിലെത്തിയിട്ട് വേറൊരു വീട്ടിൽ പോയാണ് കയറിയത്. കാരണം ഈ ദിശ മാറിപ്പോയി വഴിയുടെ ഗതി മാറി വേറൊരു ഊരിൽ പോയി കയറി. ആ വേറൊരു ഊരിൽ പോയി കയറിയെങ്കിലും അവർക്ക് ഇവരെയൊക്കെ അറിയാം, ഇവർ ബന്ധുക്കളാണല്ലോ. അപ്പോൾ അങ്ങനെ പോയി കയറി. പിന്നെ അവിടെ നിന്ന് പിന്നെ മാറിയാണ് പിന്നെ യഥാർത്ഥ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മുട്ടെല്ലാം മുറിഞ്ഞ്. പിന്നെ ഞാൻ അവരുടെ കൂരയിൽ, അതായത് ആ ഈറമേഞ്ഞ ഈറ്റക്കുടലിൽ കയറി അങ്ങ് കിടക്കുകയാണ് ചെയ്തത്. ശരിക്കും വെള്ളം കുടിച്ചങ്ങ് കിടന്നു. അപ്പോൾ അതെനിക്കൊരു അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മണിക്കൂർ, അതായത് 2-3 മണിക്കൂർ നടക്കാറുണ്ട് രാത്രി, ഒന്നും സംഭവിക്കാതെ അവിടെ എത്തിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കാടിനെ ഭയങ്കര വിശ്വാസമാണ്, കാടിന് അമിതമായിട്ടുള്ള ഇഷ്ടവും. ഞാൻ കാടിനെയാണ് മനസ്സിൽ കാണുന്നത്, കാടെന്നെ ചതിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അതെ, ബാക്കിയുള്ളവർക്ക് പലരും കാട്ടിൽ പോകുന്നുണ്ട്, അവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ രക്ഷിച്ചത് കാടാണ്. അതായത് ഒരു ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണല്ലോ കാടെന്ന് പറയുന്നത്. അപ്പോൾ ആ കാട് എന്നെ രക്ഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പല അനുഭവങ്ങളുണ്ടായി. കാട്ടിൽ വെച്ച് ഒറ്റപ്പെട്ടു പോയ സംഭവം എന്ന് വെച്ചാൽ അത് ഇതുപോലെ വഴി മാറിപ്പോയതാണ്. അത് നമ്മുടെ പാലരുവിയുടെ ഏറ്റവും ടോപ്പ് അവിടെ വെച്ചിങ്ങനെ വഴി മാറിപ്പോൾ അന്നും ഇതുപോലെ ഇതായി. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ 2 സംഭവങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. സംഭവങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. സാറ് ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ, കാടുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം കാടിൽ ജീവിക്കുന്ന
ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവരുടെ ജീവിതങ്ങളും അവരുടെ ജീവിത ശൈലികളും അത് എങ്ങനെയാണെന്ന് നമ്മുടെ ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ഇത്രയും വർഷത്തെ വനജീവിതത്തിൽ കാടിൻ്റെ മക്കളോടൊപ്പമുള്ള ആ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കള്ളവും ചതിയും വഞ്ചനയുമില്ലാത്ത വളരെ നിരാലംബരായിട്ടുള്ള ഒരു മനുഷ്യരാണ് അവർ. കാരണം എന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ നിന്നുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളും കൊണ്ടാണ് നമ്മൾ കാട്ടിൽ കയറുന്നത്. കാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയും മനുഷ്യർ കാരണം നമുക്ക് വേണമെങ്കിൽ അവരെ പറ്റിക്കാം, അവരെ ചതിക്കാം, എന്ത് വേണോ ചെയ്യാം. ഇപ്പം നമ്മളൊരു ഒരു ഒരു തേനെടുത്ത് തന്നു, നമ്മൾ 100 രൂപ കൊടുത്താൽ 100 രൂപ വാങ്ങിക്കും അവർ, 200 200. അപ്പം കാരണം എന്ന് വെച്ചാൽ അവർക്ക് കള്ളത്തരം അറിഞ്ഞുകൂടാ, അത് എങ്ങനെ എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കണം എന്നറിഞ്ഞുകൂടാ. ഈ സാധനമാണ് അവർ ഈ ചന്തയെ കൊണ്ട് കൊടുക്കുമ്പോൾ തുച്ഛമായ പൈസയ്ക്ക് അവർ വാങ്ങിച്ചിട്ട് വലിയ വിലയ്ക്ക് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ 2 സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതേനൊക്കെ ഇപ്പോഴും 3000 രൂപയാണ് ഒരു കുപ്പിക്ക്, അവർ വേണമെങ്കിൽ 1000 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ വാങ്ങിക്കുന്ന ആളെന്ത് ചെയ്യണം, അറിഞ്ഞ് കൊടുക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചതിയെന്ന് പറഞ്ഞിടത്ത് വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. അവരോടൊപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ വളരെ സുഖമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അവരെ കൂടെ ഇരിക്കുക എന്ന് വെച്ചാൽ. അവർ തരുന്ന ഭക്ഷണം, സ്നേഹത്തോട് തരുന്ന ആഹാരം, അവരുടെ ആ കപ്പയും കാന്താരിയും മുളകും ഇപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വല്ലാതെ വരെയാണ്. പിന്നെ ചക്ക പുഴുങ്ങി തരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവരോടൊപ്പം ഞാൻ ഇരിക്കും, രാത്രികളിൽ അവരുടെ കൂടെ ഒപ്പം ഇരിക്കും. ഞാൻ കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ് വരാറുള്ളൂ. അവരോടൊപ്പം അവരുടെ ഊരുകളിൽ കിടക്കും. ഊരുകളിൽ കിടക്കുകയും അവരുടെ കാര്യങ്ങൾ അറിയുകയും അവരുടെ വിഷമങ്ങളും ഇപ്പം നമ്മളിൽ ഉള്ളതുപോലെ എന്തെങ്കിലും ചെയ്യും, എന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ സർക്കാരാണ് അത് നോക്കേണ്ടത്. ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്, ഒരുപാട് ഫണ്ട്. അവരുടെ സ്കൂളൊക്കെ കാണുമ്പോൾ സങ്കടം വരും, വിഷമം വരും. അവരുടെ സ്കൂളുകളും അവരുടെ വീടുകളും ഈ ചോദിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ അത് അങ്ങനെ കിടക്കുന്ന, അവർക്കതാണ് ഇഷ്ടം, അവർക്കതാണ് സുഖം എന്നൊക്കെ പറയും. എന്തായാലും ശരി തന്നെ, വീടോ മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ. ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വലിയൊരിതാണ്. ഒരു മനുഷ്യൻ്റെ അറിവിന്, അതായത് അവൻ്റെ ഒരു വെളിച്ചം കിട്ടുന്നതാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് അവരുടെ കുറേ ഉണ്ട്, എന്നാലും ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. പിന്നെ അവരുടെ തനതായിട്ടുള്ള ആചാരങ്ങൾ, അവരിന്നും അവരുടെ ആചാരങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരുപാട് ദൈവങ്ങൾ അവർക്കുണ്ട്. മറുത, ആനമറുത, കുട്ടിച്ചാത്തൻ, പിന്നെ മാത്തി, കാലാട്ട് തമ്പുരാൻ, ആയിരവല്ലി, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ അവർക്കുണ്ട്. അതെല്ലാം കാടിൻ്റെ ദൈവങ്ങൾ. അതായത് ഇപ്പോൾ ഈ ദ്രാവിഡ ആചാര രീതികളാണ് അവരിന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരടുത്ത് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അവരുടെ ഇപ്പം ഞാൻ ഈ കോട്ടൂർ തന്നെ പോകാറുണ്ട്, കാണി സമുദായത്തിൽ. അവരുടെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ കോട്ടൂർ ഒരു ക്ഷേത്രമുണ്ട്, കാണിക്കാരുടെ. ആ പേര് ഞാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇപ്പോൾ ആ ക്ഷേത്രം വേറെ ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ അവരുടെ പലതും, അത് ഈ കൊച്ചു ക്ഷേത്രങ്ങളൊക്കെ ആയാലും ഇന്ന് അന്യാധീനപ്പെട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ അതും ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ വിഷമം വന്നിട്ട് കാര്യമില്ല. കാരണം ഇന്ന് അവരുടെ പല വീടുകളിലും പുറത്തുള്ള ദൈവങ്ങളിരിക്കുകയാണ്. കൃഷ്ണൻ, ഈ പറയുന്ന മഹാവിഷ്ണു, അപ്പോൾ ഇങ്ങനെ പിന്നെ സരസ്വതി ദേവി, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം അവിടെ ഇരിക്കുകയാണ് അവരുടെ കുടിലുകളിൽ. ഇത് അവരുടെ യഥാർത്ഥ ദൈവങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മറുത, ഈ വില്ലിച്ചമുത്തൻ, ഈ പറയുന്ന കാലാട്ട് തമ്പുരാൻ. അപ്പോൾ അവരുടെ തനത് ആചാര രീതികളും അവരെ ഈ കൊടുതി, അവരുടെ ആചാരം എന്ന് പറയുന്നത് ഈ കൊടുതികളും പിന്നെ ഈ പിതൃക്കൾക്ക് സമർപ്പിച്ചേക്കാം, വെച്ചൊരുക്കൽ, ഇതൊക്കെയാണ് അവരുടെ ഇത്. അപ്പം അവരുടെ ആചാര രീതിയെ തെറ്റിച്ച് കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് പേര് ചെന്ന് കയറി അവരുടെ ദൈവങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമിതമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ എന്തായാലും ഈ രാജ്യം ഭരിക്കുന്ന വേറെ പല ആൾക്കാരുമാണ്. ചിലപ്പം എനിക്കും അപകടം ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എന്നാലും പറയാതിരിക്കില്ല. അതിപ്പോൾ ഞാനിപ്പോൾ ഈ ദൈവങ്ങളെ മാത്രം പറയുന്നില്ല, ക്രിസ്ത്യാനിയും അത് തന്നെയാണ്. ഈ ക്രിസ്ത്യൻ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ചെന്നപ്പോൾ ഇവിടെ പള്ളിപ്പാട്ട് കേൾക്കുന്ന ഒരു നമ്മുടെ കാടിൻ്റെ മക്കളുടെ കുടിൽ, അത് വേറെ ഏതോ സഭയാണ്. അപ്പോൾ അവരുടെ തനതായിട്ടുള്ള ആചാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഈ വെളിയിൽ നിന്ന് ചെന്ന് അത് അടിച്ചേൽപ്പിച്ച് ചെയ്യണം. അതൊക്കെ ഒരു തെറ്റാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ ഇവിടെ വന്ന് അവരുടെ ആചാരങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അവരുടെ ആ ദ്രാവിഡ ആചാര രീതിയിലുള്ള ആചാരങ്ങൾ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുമോ? അവർ
ഇവിടുത്തെ ആൾക്കാർ വെറുതെ വിടുമോ? ഇപ്പം ഞാനൊരു കാര്യം, പാലക്കാട് അരിയും പഞ്ചസാര എടുത്തതിന് മധുവിനെ കൊന്നു. പിന്നെ പുറത്തിറങ്ങിയെന്ന് ക്ഷേത്രം കൈയടക്കാൻ വന്നു കഴിഞ്ഞാൽ വിടുമോ അവർ? അപ്പം ഞാൻ അത് പറയേണ്ട കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ്. അതിൽ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള രീതി കാണിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആചാര രീതിക്ക് വിടുക. അവിടെ ഒരു മതവും കയറാൻ പാടില്ല. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ മതമായാലും അല്ലെങ്കിൽ ഹിന്ദു മതമായാലും ചെന്ന് അവിടെ അങ്ങോട്ട് പോകാനേ പാടില്ല. അവർക്ക് സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിയമപ്രകാരം ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഭരണ സിസ്റ്റത്തിലൂടെ അവർക്കുള്ള അവകാശങ്ങളും കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവിടെ മതം വളർത്താൻ ചെല്ലുന്ന നേരം കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മളത് ഇന്ത്യയുടെ ഒരു ശാപം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മതത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. മതത്തിനെക്കാട്ടി മനുഷ്യനോട് വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ പാർപ്പിടമില്ല, വസ്ത്രമില്ല. അതൊക്കെയാണ് ചെയ്യേണ്ടത്. മതം കൊണ്ടൊരു ഗുണവുമില്ല. അപ്പോൾ മതം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദൈവം ഇന്നൊരു സംഭവമുണ്ട്, ദൈവം നിന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് നീ സൂക്ഷിച്ച് നടന്നോ എന്നൊക്കെ ഉള്ളതിന് വേണ്ടി മാത്രം കുറച്ച് ഉപയോഗിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അവരുടെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ പിന്നെ അവർ നല്ല ഭക്ഷണം തരും, നല്ല കാലാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. നമ്മളെപ്പോലെയല്ല, ശുദ്ധമായ വായു, ശുദ്ധമായ ജലം. അപ്പം അതുകൊണ്ട് അവർ ഒരു കുറച്ച് ആൾക്കാർ ആ കാട്ടിനകത്ത് മാത്രം ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് കാപട്യങ്ങളും മറ്റ് ദുഷ്ടതകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവർ ജീവിച്ചു പോകുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഉണ്ട്, പക്ഷേ ഓർമ്മകൾ വരുന്നില്ല. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ സെക്കൻഡ് പുസ്തകത്തിൽ, അതായത് പശ്ചിമഘട്ട മലനിരകളും ആദിമഗോത്ര വംശങ്ങളും എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആദിമഗോത്ര വംശങ്ങൾ എന്ന് പറയുന്ന ആ രണ്ടാം പകുതി എടുക്കുമ്പോൾ അതിനകത്ത് കാടിൻ്റെ മക്കളെക്കുറിച്ചാണ് മുഴുക്കമുള്ളത്. അതായത് കാടിൻ്റെ മക്കളുടെ ഉത്ഭവം എങ്ങനെയാണ്, നമ്മൾ ഈ പുറത്തുള്ള മനുഷ്യരും അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരും ഈ കാടിൻ്റെ മക്കളും എല്ലാം ഒന്നാണ്, ഒരേ ജീനാണ്, ഒരേ വംശമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പേജാണ് ഈ ആദിമഗോത്ര വംശങ്ങൾ. അതായത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. വെളുത്തവനായാലും കറുത്തവനായാലും ഇരുനിറമായാലും മൂക്ക് പതിഞ്ഞ ആളായാലും എങ്ങനത്തെ ആയാലും ബ്രൗൺ നിറമായാലും ഈ മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയ, ബോട്സ്വാന, നമീബിയ, എത്തോപ്യ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നീഗ്രോയിഡുകൾ, പിന്നെ ആസ്ട്രലോയിഡുകൾ, ഹോമോ ഇറക്ടസ്, പിന്നീട് ഹോമോസാപ്പിയൻസ്. അങ്ങനെ പരിണാമം വന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മനുഷ്യൻ വിഘടിക്കുകയാണ് ചെയ്തത്. അതിൽ ബാക്കി വന്നവരാണ് കാട്ടിൽ ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇനി ആദിവാസികൾ പ്രത്യേകം, കാടിൻ്റെ മക്കൾ പ്രത്യേകം, അല്ലാതെ ഇന്നത് പ്രത്യേകം, ബ്രാഹ്മണൻ പ്രത്യേകം, നായർ പ്രത്യേകം, അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ SC പ്രത്യേകം, അങ്ങനെ ഇല്ല. പിന്നീട് മനുഷ്യനിൽ വന്നുണ്ടായ തട്ടുകളാണതെല്ലാം. മനുഷ്യനെന്ന് പറയുന്നത് സായിപ്പായാലും ഏത് വംശരായാലും ശരി തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള ആ ഒരു വംശത്തിൽ നിന്നാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ഉണ്ടായത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ നമ്മുടെ കരിമാടി ബ്ലോഗിനോടും പങ്കുവച്ച്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും. അപ്പം അവസാന ചോദ്യമെന്ന് നിനക്ക് സാറിനൊരു കാര്യം ചോദിക്കുകയാണ്, എന്താണ് കാട്? അത് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? കാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടികളും സസ്യലതാദികളും എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. വന്യതയ്ക്ക് അവിടെ സ്ഥാനമില്ല. കാട്ടിൽ ധാരാളമായി വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാട് വന്യതയുടെ സ്വഭാവം കാണിക്കുന്നത്. ഫോറസ്റ്റിസ്റ്റ് എന്ന വാക്കിൽ നിന്നാണ് ഫോറസ്റ്റ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. ഫോറസ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. ആ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോറസ്റ്റ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. പിന്നെ കാടിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന കാട് മാത്രമല്ല. നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ പച്ച നിറങ്ങളും മലകളും ഒക്കെ കാണാം. എന്നാൽ ഈ കാടിനകത്ത് പലതരം വനങ്ങളുണ്ട്. ഇപ്പോൾ ഇലവഴിയും വനം, സാവന്ന വനം, പുൽമേടുകൾ, അങ്ങനെ മൊട്ടക്കുന്നുകൾ, ആർദ്ര നിത്യഹരിത വനങ്ങൾ, നിബിഡ വനങ്ങൾ, അങ്ങനെ ഒരുപാട് വനമേഖലകൾ ഈ കാട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജലസ്രോതസ്സുകൾ, ജലധാരകൾ, പിന്നെ പുഴകൾ,
പിന്നെ ഓരോ പുഴകളുടെ ഉത്ഭവവും കാട്ടിൽ നിന്നാണ്. പിന്നെ പറയാനുള്ളത് ഓക്സിജൻ. നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഓക്സിജൻ എല്ലാം നമ്മുടെ കാടുള്ളത് കൊണ്ടാണ് കിട്ടുന്നത് കൂടുതലായി. അതായത് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ 75% ഓക്സിജൻ കിട്ടുന്നത് ആമസോൺ വനങ്ങളിൽ നിന്നാണ്. അപ്പോൾ കാട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സമ്പത്ത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന മഴ. ഈ മഴയെല്ലാം കാടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ആയുർവേദ പച്ചില മരുന്നുകളൊക്കെ കാട്ടിനകത്ത് ധാരാളമായി ഉണ്ട്. അതുകൊണ്ടാണ് വൈദ്യന്മാർക്ക് പോയി അവിടെ പോയി പച്ചില മരുന്നുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, നൂറാം കിഴങ്ങ്, കവലം കിഴങ്ങ്, പിന്നം കിഴങ്ങ്, തവിടം കിഴങ്ങ്, കരിയിലം കിഴങ്ങ്, അങ്ങനെ ഒരുപാട് കിഴങ്ങുകൾ ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതിലിപ്പോൾ ഞാൻ ചിലത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു ആവാസ മേഖലയാണ് ഈ കാടെന്ന് പറയുന്നത്. പിന്നെ നമുക്കത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ന് ഈ കുടിക്കുന്ന ഡാമുകളായാലും കുടിവെള്ളത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഡാമുകൾ, അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ജലങ്ങൾ, ഈ ജലമെല്ലാം വരുന്നത് കാട്ടിൽ നിന്നാണ്. കാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ തടഞ്ഞു നിർത്തിയാണ് ഇതെല്ലാം കെട്ടി നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കാടെന്ന് പറയുന്നത് നമ്മുടെ അതായത് മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ ശാന്തമാക്കുകയും അതായത് കാട്ടിൽ പോകുന്നവർക്കാണ് ഞാൻ ഈ കൂടുതൽ പറയുന്നത്. അതായത് ഈ കാട്ടിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കാടിൻ്റെ പ്രകൃതി ഭംഗിയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും കാടിൻ്റെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളും. പിന്നെ കാടിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ കാടിൻ്റെ മനോഹാരിതയും കാടിൻ്റെ വശ്യതയാർന്ന ആ ഭംഗിയും സുന്ദര ദൃശ്യങ്ങളും കാടിൻ്റെ നിശബ്ദതയും നമുക്ക് ശാന്തതയും സൗന്ദര്യവും പകരുന്നതാണ്. പിന്നെ ഇന്ന് നമ്മുടെ ഈ കാടുകളെല്ലാം മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മൃഗവേട്ടയ്ക്ക് വേണ്ടിയായാലും മറ്റ് നമ്മുടെ ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തടികൾക്ക് വേണ്ടിയായാലും എല്ലാം കാടിനെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് ഇവർ ഈ കാട്ടാളന്മാരെന്ന് പറയും, കാട്ടാളന്മാരാണ് ഏറ്റവും വികൃതമായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ കാട്ടാളന്മാരെന്ന് പറയുന്നത് കാട്ടാളന്മാരുടെ വീടെന്ന് പറയുന്നത് കാടാണ്. അതുകൊണ്ട് അവർ ആ കാടിനെ സംരക്ഷിച്ചിരുന്നു. അവർ സംരക്ഷിച്ചതിൻ്റെ ബാലൻസാണ് ഇന്ന് ഈ കാണുന്നത്. ആ ബാക്കിയാണ് ഇന്ന് മനുഷ്യൻ കയറി ഇന്ന് കയ്യേറ്റം ചെയ്ത് ആ വനങ്ങളെ നശിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ കാടിന് 3 സ്പോട്ടുകളുണ്ട്. ഒന്ന് എക്കോ സോൺ, ബഫർ സോൺ, കോർ സോൺ. എക്കോ സോൺ എന്ന് വെച്ചാൽ ഏറ്റവും വെളിയിൽ, ബഫർ സോൺ എന്ന് പറയുന്നത് നമ്മുടെ കാടിൻ്റെ മക്കളൊക്കെ താമസിക്കുന്ന മിഡിൽ ഏരിയ, അത് കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലാണ് കോർ സോൺ വരുന്നത്. അങ്ങനെ കാടിനെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു അഭിപ്രായം, എനിക്ക് ജനങ്ങളോടായാലും മറ്റ് ഉദ്യോഗസ്ഥരോടായാലും, ഉദ്യോഗസ്ഥർ നശിപ്പിക്കണമെന്നല്ല, അവരോടൊക്കെ ആയാലും മൊത്തത്തിൽ ടോട്ടലി എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളത് അറിഞ്ഞ് നമ്മൾ പ്രകൃതിയോട് പെരുമാറുക. അപ്പോൾ ഇതാണ് എൻ്റെ കാടുമായിട്ടുള്ള ജീവിതത്തിലെ, അതായത് കാടുമായിട്ടുള്ള ഇത്രയും വർഷത്തെ എൻ്റെ കാടനുഭവങ്ങൾ, കാട്ടിലെ ജീവിതങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പം ഈ അടുത്ത സമയത്ത് അവസാനമായി പോയ യാത്ര ഏതാണ്? ആ യാത്ര കഴിഞ്ഞ് ഇനി അടുത്ത പോകാനിരിക്കുന്ന യാത്ര ഏതൊക്കെയാണെന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ അവസാനത്തെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ 2ാമത്തെ പുസ്തകമായ പശ്ചിമഘട്ട മലനിരകളും ആദിമഗോത്ര വംശങ്ങളും എന്ന പുസ്തകത്തിന് വേണ്ടി ഉള്ള യാത്രയായിരുന്നു. അതായത് തെക്കൻ കേരളത്തിലെ കാടുകളാണല്ലോ ഞാൻ നിങ്ങളടുത്ത് അത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ തെക്കൻ കേരളത്തിൻ്റെ കാടുകളുടെ ഭാഗമായിട്ടുള്ള ഗവി, ആങ്ങാമുഴി, റാന്നി, കോന്നി, പിന്നെ മേഘമലൈ എന്നുള്ളത് തമിഴ്നാടിൻ്റെയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ കിഴക്കൻ, അതായത് തെക്കൻ കാടുകളാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ തെക്കൻ കാടുകളും ഈ ബുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഞാൻ പോയിരുന്നു. 4-5 ദിവസത്തെ യാത്രയായിരുന്നു. അത് നമ്മുടെ ഈ ബുക്കിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസാനത്തെ യാത്ര. എന്നാലും അല്ലാതെ യാത്രകൾ പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറ്റാലം, തെങ്കാശി, റോസ്മല അങ്ങനെയൊക്കെ പോയി. പിന്നെ നമ്മുടെ തിരുമലക്കോയിൽ, മേക്കര, അച്ചൻകോവിൽ, അങ്ങനെ യാത്രകൾ എപ്പോഴും ഉണ്ട്. അതിപ്പം ലാസ്റ്റായിട്ട് ദീർഘദൂര യാത്രയായെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി എൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത്
എറണാകുളം ജില്ലയിലെ കോതമംഗലം, അതായത് കോതമംഗലത്ത് പോയിട്ട് കോതമംഗലത്ത് നിന്ന് വാരിയംകുടി എന്ന് പറയും. വാരിയംകുടി എന്ന് പറയുന്ന ഒരു മുതുവാന്മാരുടെ, കാടിൻ്റെ മക്കളായ മുതുവാന്മാരുടെ ഒരു ആദിവാസി ഏരിയ ഉണ്ട്. അവിടെയാണ് പോകുന്നത്. അതായത് ഈ കോതമംഗലത്ത് നിന്ന് 25 കിലോമീറ്റർ നിബിഡമായ വനമാണ്, ഘോരമായ വനമാണ്. ആ വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. അതിന് പെർമിഷൻ വേണം. പെർമിഷൻ ഞാൻ സർക്കാരിൽ നിന്ന്, അതായത് നമ്മുടെ ട്രൈബൽ ഒരു ഇതുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അടുത്ത യാത്ര. ഈ മുതുവാന്മാരെ കാണുക എന്നുള്ളതാണ്. അവർ പ്രത്യേക ഒരു സംസ്കാരവും പ്രത്യേക ഒരു ജീവിത രീതിയും നല്ല വൃത്തിയും നല്ല ഒരു സംസ്കാരമുള്ളൊരു വിഭാഗമാണ് മുതുവാന്മാർ. അവർ ഈ മുതുകിൽ, ഈ കൊച്ചിനെ മുതുകിൽ തൂക്കി ഇങ്ങനെ കെട്ടിയിരിക്കും. അതുകൊണ്ടാണ് മുതുവാന്മാരെന്നുള്ള പേര് അവർക്ക് വന്നിരിക്കുന്നത്. അവർ മധുര, നേരിയമംഗലം ഭാഗത്തുനിന്ന് വന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് എൻ്റെ അടുത്ത യാത്ര. സാറിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ സാറിൻ്റെ ജീവിതാനുഭവവും കാടിനോടുള്ള യാത്രാനുഭവവും നമ്മുടെ ചാനലുമായി പങ്കുവയ്ക്കാൻ തന്ന ഒരവസരത്തിന് സാറിനോട് നമ്മളും നമ്മുടെ ചാനലും നന്ദി പറയുന്നു. സാറിന് അവസാനമായി എന്താണ് പറയാനുള്ളത്? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളോട്, പ്രത്യേകിച്ച് ബിജുവിനോട്. കാരണം നിങ്ങളുടെ കരുമാടി വ്ളോഗ് ചാനലിലൂടെ കാടിനെക്കുറിച്ചൊരു ബോധം പുറത്ത് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് ബിജുവിനോടും ബിജുവിൻ്റെ ചാനലായ കരുമാടി വ്ളോഗിനോടും ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നു. താങ്ക്സ്.